കഴിഞ്ഞ വർഷം അതായത് 2024 ഡിസംബർ 18 എനിക്ക് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ സംഭവിക്കുകയും അതിനുശേഷം 3 മാസം കംപ്ലീറ്റ് റെസ്റ്റ് വേണ്ടി വരികയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഞാനൊരു കഥ വായിക്കാനിടയായി. എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചൊരു കഥ. ഒരു പയ്യന് ജൂഡോ ഭയങ്കര ഇഷ്ടമാണ്. അവൻ ഡെയിലി ജൂഡോ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അങ്ങനെ കുറേ നാൾക്ക് ശേഷം അവനും അവൻ്റെ ഫാമിലിയായിട്ട് ടൂർ പോകുന്നതിനിടയ്ക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നു. അതിനിടയ്ക്ക് അവൻ്റെ ലെഫ്റ്റ് ഹാൻഡ് നഷ്ടപ്പെടുകയും അവൻ ഹോസ്പിറ്റലിലാവുകയും ചെയ്യുന്നു. കുറേ നാൾ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ തിരിച്ച് വന്നിട്ട് അവൻ ആദ്യം കാണാൻ പോകുന്നത് അവൻ്റെ ജൂഡോ മാസ്റ്ററിനെയാണ്. ജൂഡോ മാസ്റ്ററിനെ കണ്ടിട്ട് അവൻ ആദ്യം ചോദിക്കും, മാസ്റ്ററെ എനിക്ക് ലെഫ്റ്റ് ഹാൻഡ് നഷ്ടപ്പെട്ടു, ഇനി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. മാസ്റ്റർ പറയും അതിനെന്താ പ്രാക്ടീസ് ചെയ്യാമല്ലോ എന്ന്. അങ്ങനെ കുറേ നാൾ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്ത് കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ജൂഡോ മാച്ച് വരും. അങ്ങനെ മാസ്റ്റർ അവനെ ജൂഡോ മാച്ചിന് കൊണ്ടുപോകും. ഫസ്റ്റ് മാച്ച് ജയിക്കുന്നു, സെക്കൻഡ് മാച്ച് ജയിക്കുന്നു, തേർഡ് മാച്ച് ജയിക്കുന്നു, ഫോർത്ത് മാച്ച് ഫൈനലാണ്. കുറേ നേരത്തെ ശ്രമത്തിനൊടുവിൽ അവന് ചാൻസ് കിട്ടും. അവൻ ഒപ്പോണ്ടിനെ ത്രോ ആക്കുകയും ചെയ്യും, അവൻ ജയിക്കുകയും ചെയ്യും. അത് കഴിയുമ്പോഴത്തേക്കും അവനൊരു ഡൗട്ട്, അവൻ എങ്ങനെയാണ് ജയിച്ചത്? എന്നെക്കാളിയും കഴിവുള്ളവരാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്, അവർക്ക് മാത്രമല്ല അവർക്ക് 2 കൈയും ഉണ്ട്. അപ്പോൾ മാസ്റ്റർ അവനോട് പറയും, നിനക്ക് ഞാൻ പഠിപ്പിച്ചെന്ന ടെക്നിക്ക് ജൂഡോയിൽ തന്നെ ഏറ്റവും വലിയ ടെക്നിക്കായിരുന്നു. ഇനി അതിൻ്റെ ഡിഫൻസ്, അതെങ്ങനെ ഡിഫെൻഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റൂ. നിനക്ക് ലെഫ്റ്റ് ഹാൻഡ് ഇല്ല, നിൻ്റെ പോരായ്മയാണ് നിൻ്റെ ഏറ്റവും വലിയ വിജയം. അതായത് ഈ കഴിഞ്ഞ വർഷം എനിക്ക് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ സംഭവിക്കുമ്പോൾ എൻ്റെ അടുത്ത് പലരും പറഞ്ഞു വർക്കൗട്ടൊക്കെ ഇനി കുറയ്ക്കണം, ഇനി അമിതമായിട്ട് വർക്കൗട്ട് ചെയ്തെന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡറിനുള്ള റീഹാബ് വർക്കൗട്ടുകളൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട്, എനിക്ക് ലെഗിന് ഫ്ലെക്സിബിലിറ്റി കുറവായിരുന്നു, ഫ്ലെക്സിബിലിറ്റിയും കാര്യങ്ങളും ഇമ്പ്രൂവ് ആക്കി, യോഗയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തു, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇമ്പ്രൂവ് ആക്കി. അപ്പം നമുക്ക് എന്തെങ്കിലും പരിമിതികൾ, എന്തെങ്കിലും കാര്യങ്ങൾ വരുവാണെങ്കിൽ അത് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.